പുത്തരച്ചി പരപ്പുറം തൂക്കും എന്നാണ് പറയാറുള്ളത്. രാഷ്ട്രീയം പഠിച്ചു പറയണം എന്ന് LOPയോട് പ്രത്യേകമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് നിങ്ങൾ ഉപദേശിച്ച് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. CPIM MLA ശാന്തകുമാരിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. CPIMന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള സഭാദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് CPIMന്റെ സംസ്ഥാന സമ്മേളനം തന്നെയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിജയം പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലാണ് പല MLAമാരുടെയും പ്രതിപക്ഷ MLAമാരുടെയും പ്രതികരണം. അതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം ഒരുപാട് ചർച്ചയായിരുന്നു. മാങ്കൂട്ടത്തിനുള്ള മറുപടി കൂടി ഇവിടെ ശാന്തകുമാരി MLA നൽകുന്നുണ്ട്. പുത്തനച്ചി പുരപ്പുറം 2 തവണ തൂക്കും എന്നുള്ള ആ നാടൻ പ്രയോഗം നല്ല ഒന്നാന്തരമായിട്ട് ശാന്തകുമാരി പറയുന്നുണ്ട്. അത് മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. മാങ്കൂട്ടത്തിന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളതും ശാന്തകുമാരി പറയുന്നുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സാർ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പുത്തരച്ചി പരപ്പുറം തൂക്കും എന്നാണ് പറയാറുള്ളത്. സാർ, ഞാൻ ഉദ്ദേശിച്ച് പറയാം. ഇന്നലെ ഇവിടെ നമ്മുടെ പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹത്തിൻ്റെ ധാരണ VD സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ പാർലമെൻ്ററി അനുഭവം ഉണ്ട് എന്നുള്ള വ്യാജേന ഒരു കവലപ്രസംഗം ഇവിടെ നടത്തുന്നുണ്ടായി. അതിനകത്ത് എന്താ ഉണ്ടായത്? കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കാം, ക്രിയാത്മക വിമർശനം സ്വീകരിക്കുന്നു. അതേസമയം ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മേളനങ്ങളെ വിമർശിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തിപരമായി വിമർശിക്കുന്നു. ഇതെല്ലാം പ്രത്യേക ഒരു രാഷ്ട്രീയ ധാരണയോടുകൂടിയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് AKG സെന്റർ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് AKG സെന്ററിലെ പാൻട്രി ആണോ എന്നാണ് ചോദിച്ചത്. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കോൺഗ്രസിനോട് പറയാനുള്ളത്, UDF ഇല്ലെങ്കിലും പോട്ടെ, കുറെ ആളുകൾ കേൾക്കുമല്ലോ, UDFന്റെ കാലഘട്ടത്ത് മിസ്റ്റർ AK ആന്റണി ഭരിച്ചു, ഉമ്മൻചാണ്ടി ഭരിച്ചു, K കരുണാകരൻ ഭരിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ KPCCയുടെ ഇന്ദിരാഭവൻ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ അടുക്കളയായിരുന്നോ? ചോദിക്കണല്ലോ. ഇതെല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുക, ശക്തമായിട്ടുള്ള ഇടതുപക്ഷ വിരോധം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്ന നിലയിലാണ് പറയുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ള ഒരു ക്ലാസ് എന്തായാലും കൊടുക്കുക. ബഹുമാനപ്പെട്ട ചെയറും അതിന് ഈ പുതിയ അംഗത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ തരാറുണ്ട്. കൃത്യമായി ഹോംവർക്ക് നടത്തി പഠിച്ച് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കണമെന്നാണ്. മറ്റൊന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം, ഈ സമ്മേളനങ്ങളെല്ലാം നടന്നല്ലോ, അവിടെ പോളിറ്റ് ബ്യൂറോയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ? കേന്ദ്ര കമ്മിറ്റിയിലുണ്ടോ? വെല്ലുവിളിക്കുക സാർ. നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വിഭാഗത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഇക്കാലമത്രയും കേരളത്തിൽ കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും സംഘടനാ സമ്മേളനങ്ങളും എല്ലാം ചിട്ടയോടെ നടന്ന് ഏറ്റവും അഭിമാനത്തോട് പറയാൻ വേണ്ടി കഴിയും. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇന്ത്യയുടെ CPIM എന്ന പ്രസ്ഥാനത്തിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഡോക്ടർ രാമചന്ദ്ര ഡോം കേട്ടിട്ടുണ്ടോ? ഡോക്ടർ രാമചന്ദ്ര ഡോം വെസ്റ്റ് ബംഗാളിൽ നിന്ന് 7 തവണ ലോകസഭയിലേക്ക് ബിർഭൂം, ബോൽപൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച് ലോകസഭയെ പ്രതിദാനം ചെയ്ത MP ആണ് ഡോക്ടർ രാമചന്ദ്ര ഡോം. അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു. അങ്ങനെ പോളിറ്റ് ബ്യൂറോയില് CPIMന്റെ പോളിറ്റ് ബ്യൂറോയിലുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട അംഗമാണ് അദ്ദേഹം. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ ദളിത് മോചനത്തിന് വേണ്ടിയിട്ടുള്ള ദളിത് ശോഷൺ മുക്തി മഞ്ച് എന്ന് പറയുന്ന അഖിലേന്ത്യാ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. രാധാകൃഷ്ണൻ MP അതിലെ പ്രസിഡന്റാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. രാഷ്ട്രീയം പഠിച്ചു പറയണം എന്ന് LOPയോട് പ്രത്യേകമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് നിങ്ങൾ ഉപദേശിച്ച് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടയോടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. ഇവിടെ സഖാക്കൾ എല്ലാവരും സൂചിപ്പിച്ചു, ഇതുവരെ 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിലെ CPIM എന്ന പ്രസ്ഥാനത്തിന് അടിമുടി കൃത്യമായ പരിഷ്കരണത്തിന് വിധേയമാക്കി സംഘടനാ സമ്മേളനങ്ങൾ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 38,426 ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി, 2,444 ലോക്കൽ സമ്മേളനങ്ങൾ നടത്തി, 210 ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി നടത്തി. സാർ, 14 ജില്ലാ സമ്മേളനങ്ങളും നടത്തിയിട്ടാണ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞാൽ അതിലെ CPIM എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിൽ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൊല്ലം സംസ്ഥാന സമ്മേളനം പങ്കുവഹിച്ചിട്ടുണ്ട്. അലക്കടൽ പോലെ ആർത്തിരമ്പി വരുന്ന ചുവന്ന തിരമാലയാണ് കൊല്ലം തീരത്തടുത്തത്. കണ്ടല്ലോ, എല്ലാ വാർത്തകളും മാധ്യമങ്ങളും കണ്ടതല്ലേ.
ഈ പ്രസ്ഥാനം കരുത്താർജിച്ച് മുന്നോട്ട് പോകുകയാണ്. എന്തിനായി കോൺഗ്രസ് വല്ലാതെ എപ്രളത്തിലിരിക്കുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ബൂത്ത്, ഇവിടെ പറഞ്ഞല്ലോ ബൂത്തോ മണ്ഡലോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ യോഗമോ ചേർത്താൻ പറ്റും? ഒരു മണ്ഡലം ഇല്ലാന്നാ തോന്നുന്നു എനിക്ക്. നടത്താൻ കഴിയില്ല സാർ, ഇതുവരെ നടത്തിയിട്ടില്ല. അവരാണ് ഏതെങ്കിലും ഏറ്റവും താഴെയുള്ള ഒരു കമ്മിറ്റി പോലും നടത്താൻ പറ്റാത്ത ആളുകളാണ്. ഞങ്ങളുടെ ഈ സമ്മേളനം കണ്ട് വെള്ളറി പൂണ്ട്, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയാലും സാർ മൈ ഡിയർ എന്നാണ് പറയുന്നത്. പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതല്ലേ ഈ രീതിയില് ഒരു സംഘടന ചിട്ടയോ ജനാധിപത്യ രീതി പോലും ഇല്ലാത്തൊരു പ്രസ്ഥാനം പ്രതിപക്ഷത്തെ സ്ഥിരമായി ഇരിക്കാൻ നിങ്ങൾ എരന്ന് വാങ്ങിയിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്നത് മനസ്സിലാക്കി കൊള്ളണം സാർ. ജനങ്ങളുടെ ഹൃദയത്തിലാണ് CPM കുടികൊള്ളുന്നത്. ഇവിടെ കയ്യൂരും കരിവെള്ളൂരും പുന്നപ്രയിലും വയലാറിലും കാവുംപായും മുനയംകുന്നിലും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുമ്പിൽ ശക്തമായ പോരാട്ടത്തിന് തെരുവീതികളിൽ പിടഞ്ഞു വീണ രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ് CPM. ഏറ്റവും അവസാനം ഇപ്പോ പത്തനംതിട്ടയെ BJP വെട്ടിക്കൊലപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് DYFI CITU സഖാവ് ജിതൻ ഷാജി വരെയുള്ള രക്തസാക്ഷികൾ അവിടെ രക്തം കൊണ്ട് ചുവപ്പിച്ച ഈ രക്തപതാകയാണ് ഈ കേരളം ഭരിക്കുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാ സാർ ഞങ്ങൾ ഭരിക്കുന്നത്. ഈ നാട്ടിലെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാ സാർ ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമഗ്രമായ ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾ എന്താ യൂണിയൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചൊന്നും പറയാത്തത്? ഇന്നത്തെ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ എത്ര രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് 2025-26 ബജറ്റിൽ മാറ്റിവെച്ചതിനെ കുറിച്ച് ഒരക്ഷരം ഇല്ലയോ? നോക്കൂ, ഏതാണ്ട് 200 ലക്ഷം കോടിയിലധികം വരുന്ന മൊത്തം ബജറ്റിന്റെ 1.25%. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റിന്റെ ഏറ്റവും പ്രധാനം 10,431.73 കോടി രൂപ ഹെൽത്ത് സെക്ടറിന് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ്. അത്രയും കരുതലാണ് പൊതുജനാരോഗ്യം. 2019 COVID-19 നമ്മൾ ആരും മറന്നിട്ടില്ല. ആ COVID-19 ബഹുമാനപ്പെട്ട നമ്മുടെ വടകര MLA ചോദിച്ചു, എന്തിനാണ് കോവിഡ് സെന്റർ, എന്തിനാണ് ഐസൊലേഷൻ വാർഡ് എന്നാ ചോദിക്കുന്നത്. നമ്മുടെ നാട് എങ്ങനെയാ സർ കോവിഡിനെ കൃത്യമായി നേരിട്ടത്? ഈ നാട്ടിലെ ഓരോ മനുഷ്യരും അവനവന്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് സഹപ്രവർത്തകരുടെയും നാടിന്റെയും പൊതുവായ സമ്പത്താണ് ജനങ്ങൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി മുന്നോട്ട് പോയത്. ആ കരുതലിന്റെ ഭാഗമാണ് UN അടക്കം നമ്മൾ അംഗീകാരം കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ ഈ ആരോഗ്യ പ്രവർത്തനത്തെ ശ്ലാഘിച്ചത്. നമ്മൾ കണ്ടതല്ലേ? ആ നിലയിലാണ് സാമൂഹ്യ ആരോഗ്യ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിലാണ്. ഏതാണ്ട് 25ഓളം വരുന്ന വിവിധ അവാർഡുകൾ നമുക്ക് വാങ്ങിയ അംഗീകാരങ്ങൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 2030 മാത്രം സാധ്യമാകുന്ന ദേശീയ രംഗത്ത്, അതായത് 1000 കുട്ടികൾ ജനിച്ചാൽ 10 കുട്ടികളുടെ താഴെ മാത്രം മരിക്കുന്ന ജനന മരണ, അതുപോലെ തന്നെ മാതൃ ശിശു മരണ സംവിധാനങ്ങൾ ഈ ഇന്ത്യ രാജ്യം 2030 കണി കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും കരുതലാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുഖച്ഛായ മാറ്റി. പഴയതുപോലെയാണോ? സബ് സെന്ററുകൾ മാറ്റിയില്ലേ? 5415 സബ് സെന്ററുകൾ ഇന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറി. 705 PHCകൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി, 152 CHCകൾ ഫാമിലി ഹെൽത്ത് സെന്ററായി. ഈ ഹെൽത്ത് സംവിധാനം തുടങ്ങി നിരവധിയായ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്കിങ്ങിലേക്ക് ഉയർന്നു വരുന്നു. ഇതെല്ലാം നാട്ടിലെ ജനങ്ങളെ കേന്ദ്രീകരിച്ചു. സാറേ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ HMC ആ നിയമം ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാവണമെന്നുള്ളതാണ്. എല്ലാ ആശുപത്രികളും ഹൈടെക് ആക്കി. 95-ന് ശേഷം നമ്മുടെ പഞ്ചായത്തുകളാണ് ഇതെല്ലാം അവർക്ക് കൈമാറി കൊടുത്തിരിക്കുകയാണ്. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. നിരവധിയായിട്ടുള്ള ക്ലീനിങ് സ്റ്റാഫുകൾ, സെക്യൂരിറ്റി സ്റ്റാഫുകൾ, അതുപോലെ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എല്ലാം നമുക്ക് താൽക്കാലികമായി നിയമിക്കേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ HMC ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് ഇവർക്ക് വരുമാനം കൊടുക്കുന്നത്. ഇപ്പോൾ അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. KSRTC സാർ, എനിക്കൊന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും അഭിമാനകരമായിട്ടാണ് എൻ്റെ പ്രദേശത്ത് പനയമ്പാടത്ത് ഡിസംബർ മാസം 13-ാം തീയതിയാണ് പ്രിയപ്പെട്ട 3 കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ഐഷ, റിയ ഫാത്തിമ, നിദ ഫാത്തിമ, ഇർഫാന. പാഞ്ഞു വരുന്ന ലോറിയുടെ അടിയിൽപ്പെട്ട് മരിച്ച എൻ്റെ പ്രിയപ്പെട്ട 3 കുഞ്ഞുങ്ങൾ, സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ആ പ്രദേശത്ത് ബഹുമാനപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം 1,35 ലക്ഷം രൂപ അടിയന്തരമായി പാസാക്കി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും സുത്യർഹമായ ഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ
കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു സാർ. ആ നിലയിൽ കേരളത്തിന്റെ ഗതാഗത മേഖലയും ആരോഗ്യ മേഖലയും സമഗ്രമായി ഇപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി രംഗത്ത് അടക്കം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വൈദ്യുതി രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വൈദ്യുതി നമുക്ക് ഉത്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ മണ്ഡലത്തിലെ കരിമ പഞ്ചായത്തിലെ മീൻവല്ലം ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെട്ടത്. സമാന രീതിയിൽ തച്ചമ്പാറയിലും വട്ടപ്പാറയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയിലും ഒക്കെയുള്ള നിരവധി ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുൻപ് ഞാൻ അവതരിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യന്തരയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സാർ.